ഹായ് എവറി വൺ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു കൺസേൺ ആയിരുന്നു. എൻ്റെ മുന്നിൽ സ്റ്റുഡൻസ് തന്നിരുന്ന ഒരു കൺസേൺ ആയിരുന്നു. മിസ്, നമുക്ക് ബോത്ത് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് CMA ഇൻ്റർമീഡിയറ്റ് ഡിസംബർ 2025 എക്സാംസ് എഴുതുന്ന ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ സജസ്റ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് കുറച്ച് ദിവസമായിട്ട് വാട്സാപ്പിലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ യൂട്യൂബിലും ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ബോത്ത് ഗ്രൂപ്പ് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയും ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻസ് അല്ലേ, 80 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ തൊട്ട് മുന്നേ 2 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് പോയി അത് വാച്ച് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പാണ് എഴുതുന്നത്, either ഫസ്റ്റ് ഗ്രൂപ്പ് ഓർ സെക്കൻഡ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് ആ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബോത്ത് ഗ്രൂപ്പിൻ്റെ ടൈം ടേബിളാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ. കാരണം ബോത്ത് ഗ്രൂപ്പ് എപ്പോഴും എല്ലാവരെയും സംബന്ധിച്ചൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പ്രഷറാണ് അവർക്ക് കൊടുക്കുന്നത് അല്ലേ. കാരണം നമുക്ക് 8 സബ്ജക്റ്റ് പഠിക്കണം, കണ്ടിന്യൂസ് ആണ് എക്സാം. എല്ലാവരെ സംബന്ധിച്ചും ഒരു നല്ല ബുദ്ധിമുട്ടേറിയൊരു ടൈമാണ് ഈ ബോത്ത് ഗ്രൂപ്പ് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അതായത് എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇതുവരെ ഒന്നും ആയിട്ടില്ല, കുറച്ചായിട്ടുണ്ട്, കുറച്ചായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കൺസേൺസ് ആണ് സ്റ്റുഡൻസ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും കൺസേൺസ് ഞാൻ മനസ്സിലാക്കി ആൻഡ് ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്തിയിട്ടാണ് ഞാൻ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കിത് ട്രസ്റ്റ് ചെയ്ത് പഠിക്കാം. മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെയും സെക്കൻഡ് ഗ്രൂപ്പിൻ്റെയും വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു 80 ഡേയ്സിൻ്റെ. നാളെ മുതലാണ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് മുതൽ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ ടു ഓൾ ഓഫ് യു, ബിക്കോസ് നിങ്ങൾ എനിക്ക് പുറത്ത് തന്നൊരു ട്രസ്റ്റ് ഉണ്ട്. നിങ്ങളത് പഠിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് ഞാൻ മാക്സിമം എൻ്റെ ഭാഗത്തു നിന്ന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും അതേപോലെ തന്നെ അത് കീപ്പ് ചെയ്ത് പോകുക, പഠിക്കുക. അപ്പോൾ അതിന് നല്ല താങ്ക്ഫുള്ളാണ് നിങ്ങളോട് എല്ലാവരോടും. കാരണം നിങ്ങൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കത് മാത്രം മതി. ബാക്കി ഞാൻ തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുള്ളത് എനിക്ക് 101% ഷുവറാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി എൻക്വയറീസാണ് വന്നത്. ഒത്തിരി പേരാണ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരികയാണ്. നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബോത്ത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ്. ഇത് വെറും സ്റ്റഡി പ്ലാൻ അല്ല, 80 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ ആണ്. ക്രൂഷ്യൽ ഡേയ്സ് ആണ്. ഈ 80 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ CMA ഇൻ്റർമീഡിയറ്റ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും ക്രൂഷ്യൽ ഡേയ്സ് ആണ് ഈ 80 ഡേയ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ നമുക്കിതിനകത്ത് വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഈ ടൈം ടേബിൾ നിങ്ങൾ കാണുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സ്റ്റുഡൻസ് കാണും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുള്ളവർ കാണും, വർക്കിംഗ് പ്രൊഫഷണൽസ് കാണും, എന്നാൽ ഒരു ബോത്ത് എഴുതുന്നവരുണ്ടാവും, ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നവരുണ്ടാവും. സോ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. എല്ലാവർക്കും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ടൈപ്പ് ഓഫ് വർക്കുകൾ നിങ്ങളൊന്ന് ടെർമിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളോട് ഒരുമിച്ച് കൊണ്ടുപോകാം. മൾട്ടി ടാസ്കിങ് ഈ ഒരു സമയത്ത് ഒട്ടും പോസിബിൾ അല്ല. ബോത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനൊപ്പം മറ്റ് ഇത് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ തൽക്കാലം ഒരു 2.5 months അതൊന്ന് ഒഴിവാക്കി വെക്കുക. എക്സാംസ് കഴിഞ്ഞ് നിങ്ങൾക്കത് റീസ്റ്റാർട്ട് ചെയ്യാം. അതുവരെ നിങ്ങൾ ഈ ഒരു 2.5 months ഈ ഒരു പ്ലാനിൽ നിങ്ങൾ പോകാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോത്ത് ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ച കാര്യമാണ്, നോട്ട്സ് കയ്യിലില്ല, ചിലർക്ക് ക്ലാസ് ചില കൺസെപ്റ്റ് ഒന്നും അറിയില്ല, ചിലർക്ക് ഇതുവരെ ഒന്നും അറിയില്ല, ക്ലാസ്സിനൊന്നും പോയിട്ടില്ല, എന്നാൽ ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, നോട്ട്സ് ഇല്ല, MCQ ഇല്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേ വേണ്ട. നിങ്ങൾക്ക് അതെല്ലാം ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ, സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് 1 വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് വൈസ് എടുക്കണമെങ്കിൽ അങ്ങനെ. ഇനി അതൊന്നുമല്ല, നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പിന് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വെറും 2500 മാത്രമേ ആവുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫീൽ ഒരു സബ്ജക്റ്റ് പോലും കിട്ടത്തില്ല എന്ന കാര്യം എനിക്കറിയാം. കാരണം CMA ഇൻ്റർമീഡിയറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഗ്രൂപ്പ് പോലും, ഒരു സബ് പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് ഞാൻ അവൈലബിൾ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ജോയിൻ ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 5000 ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ടൈം ടേബിൾ ഡയറക്റ്റ് ഞാൻ വരുന്നത്. ടൈം ടേബിളാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ,
അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഞാൻ സെപ്റ്റംബർ 20 കൊടുത്തേക്കുന്നത്. നിങ്ങളതങ്ങ് മാറ്റുക, 21 മുതലാക്കിക്കോളാം, അതായത് നാളെ മുതലാക്കിക്കോളാം. ഓക്കെ, ആദ്യം നമ്മൾ ലോ ആണ് പഠിക്കുന്നത്. ലോയിൽ നമ്മൾ എത്തിക്സ്, കോഡ് ഓൺ വേജസ്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ലോ, എത്തിക്സ്, ഇൻഡസ്ട്രിയൽ ലോ, കമ്പനീസ് ആക്ട്, ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. 93 മാർക്കിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ് നമുക്ക് വരുന്നത്. അതിൽ 63 മാർക്ക് ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ലോയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മാത്രം നിങ്ങൾക്ക് നോട്ട്സോ MCQ ക്ലാസ്സോ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 700 റുപ്പീസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ടേബിൾ വന്നിട്ട് ലോ ആണ് പറഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബർ 21 ആക്കിക്കോളുക. 21 മുതൽ 25 വരെയാണ് ഞാൻ ലോയുടെ അലോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഒരു ദിവസം ഓഫ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഒരിക്കലും ബോത്ത് ഗ്രൂപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പ് മാത്രം ഫോക്കസ് കൊടുക്കരുത്. ബോത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2 ഗ്രൂപ്പിനും ഇമ്പോർട്ടൻസ് ഒരേപോലെ കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ടൈം ടേബിൾസ് മിക്സ്ഡ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. സബ്ജക്റ്റുകൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഹ്യൂമൻ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ലോ പഠിച്ചു, ദെൻ കോസ്റ്റിംഗ്, ടാക്സ്, അക്കൗണ്ട്സ്, അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്താൽ നമ്മുടെ മൈൻഡിൽ തോന്നും ഇനി സമയമില്ല, ഇനി പഠിക്കാൻ സമയമില്ല, നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എഴുതാം എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വരും. നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് പതിയെ അങ്ങനെയും ഒഴിവാക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഇതിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ വെക്കാൻ പാടില്ല. നമ്മൾ 2 ഗ്രൂപ്പിലെയും സബ്ജക്റ്റുകൾക്ക് ഒരേ പ്രയോറിറ്റി കൊടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു തോട്ട് വരികയും പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ വേണ്ടത്. ആ ട്രൈ കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. പലരും അതിൽ നിന്ന് പിന്മാറും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ലോ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 1 ഡേ ഓഫ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഓഡിറ്റിംഗ്, കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിംഗ് എന്ന പേപ്പറാണ്. ഏറ്റവും സ്കോറിംഗ് പേപ്പർ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആൻഡ് മോസ്റ്റ് സ്കോറിംഗ് പേപ്പർ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളതാണ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച കുട്ടികളിൽ 98 മാർക്കിനാണ് അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയത്. എഴുതാനായിട്ട് അവർക്ക് 98 മാർക്കിന് പറ്റി. ആൻഡ് മോസ്റ്റ്ലി പറയുകയാണെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിരുന്നു അല്ലേ. കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ഒരു അറ്റംപ്റ്റ് പോലും ഒരു ടഫ് ആക്കിയിട്ടില്ല. എല്ലാ അറ്റംപ്റ്റും സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ആ ഓഡിറ്റ് ഫുൾ അങ്ങ് പഠിക്കുക. ദെൻ ഷെയർസ്, ഡിവഞ്ചേഴ്സ്, ഇൻഷുറൻസ്, ബാങ്കിങ്, ക്യാഷ് ഫ്ലോ, ഇത്രയും നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ റെഡിയാണോ? നിങ്ങൾക്ക് നല്ല മാർക്ക്, അതായത് 100 മാർക്കിന് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് അതിനകത്ത് 80+ ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ 98 മാർക്കിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾ പറഞ്ഞതാണ്. ആൻഡ് അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് തന്നെ 82 ആണ് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റിൽ. അപ്പോൾ അത്രയും ആ 98 അറ്റംപ്റ്റ് ചെയ്ത് 82 സ്കോർ ചെയ്യണമെങ്കിൽ അത്രയും നന്നായിട്ട് ആ കുട്ടി പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു എന്നുള്ളതാണ്, ആ ക്ലാസ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സ്കോറിംഗ് പേപ്പേഴ്സ് എല്ലാം ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോ ആദ്യം നിങ്ങൾ പഠിക്കുക, ദെൻ ഓഡിറ്റിംഗ് പഠിക്കുക. ഓഡിറ്റിംഗ് സെപ്റ്റംബർ 27 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒക്ടോബർ 4 വരെയാണ് വരിക. ഞാൻ പറയുകയാണ്, ഒരു ഡേറ്റ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തോളാം. ഞാൻ ഇന്നത്തെ ഡേറ്റാണ് കൊടുത്തത്. നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് മതി. ഓക്കെ, എന്നിട്ട് ഒരു ദിവസം ഓഫ് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സബ്ജക്റ്റ് കവറായി. ഏകദേശം ഒക്ടോബർ 5 ആയപ്പോൾ തന്നെ 2 സബ്ജക്റ്റ് കവറായി. നിങ്ങളൊരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞ് അതവിടെ നിർത്തിയിട്ട് പിന്നെ ഒരു ടച്ചും ഇല്ലാതെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകരുത്. നിങ്ങൾ ലോ പഠിച്ചു കഴിഞ്ഞ് അടുത്ത് ഓഡിറ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡെയിലി 2 മണിക്കൂറേ ക്ലാസ്, 2-3 മണിക്കൂർ മാത്രമേ ക്ലാസ് ഉണ്ടാകത്തുള്ളൂ. ആ ക്ലാസ്സിനൊപ്പം ചിലപ്പോൾ 3 മണിക്കൂറായിരിക്കും ഉണ്ടാവുക, 3 മണിക്കൂർ മാക്സിമം. ആ ക്ലാസ് കേട്ട് പഠിച്ച് നിങ്ങൾക്ക് വരാൻ എങ്ങനെയായാലും ഒരു 5 അവേഴ്സ് വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തലേന്ന് പഠിച്ചത് റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, തൊട്ട് മുന്നേ പഠിച്ച ലോയിലെ കുറച്ച് ടോപ്പിക്സ്, എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ചായിട്ട് ഡിവൈഡ് ചെയ്ത് റിവൈസ് ചെയ്തിട്ടുണ്ടാവണം. സോ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, 10 അവേഴ്സ് അലോട്ട് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ, 10 അവേഴ്സ് നിങ്ങൾ മാറ്റി വയ്ക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഇത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഈ ഒരു പ്ലാൻ ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. 10 അവേഴ്സ് നിങ്ങൾ വെച്ചിരിക്കണം. ഈ 10 അവേഴ്സ് എഫക്റ്റീവ് ആയിരിക്കണം. ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു ലേസി ആയിട്ടിരിക്കുന്ന 10 അവേഴ്സ് അല്ല എനിക്ക് വേണ്ടത്. വെരി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 10 അവേഴ്സാണ് എനിക്ക് വേണ്ടത്. ആ 10 അവേഴ്സിൽ നിങ്ങൾ 5 മണിക്കൂർ പഠിക്കാനും അത് എഴുതിയെടുക്കാനും ഒക്കെ നിങ്ങൾ മാറ്റിക്കോളൂ. പ്രിൻ്റ് ഔട്ട്സ് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, മാറ്റിക്കോളൂ. ബാക്കി സമയം റിവിഷന് വേണ്ടി തന്നെ കൊടുക്കണം. ഒക്ടോബർ 5 നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ 10 അവേഴ്സ് എന്നുള്ളത് 12ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം 2 സബ്ജക്റ്റ് തീർന്നു, ഇനി റിവിഷൻ ചെയ്യാനുള്ള ടോപ്പിക് അത്രയോളം കൂടിയിട്ടുണ്ട്. സോ അതിനുശേഷം ഒക്ടോബർ 5 ശേഷം 6 മുതൽ 12 അവേഴ്സ് അലോട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒക്ടോബർ 5 ആകുമ്പോൾ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി, 2 സബ്ജക്റ്റ് കഴിഞ്ഞു. അത് പക്കാ ക്ലിയർ ആയിരിക്കണം. പക്കാ ക്ലിയർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഡെയിലി റിവിഷൻ ചെയ്യുക. തൊട്ട് മുന്നത്തത് ഒരു കീപ്പ് ഇൻ ടച്ച് എന്ന വേയിൽ കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന, എക്സംഷനൊക്കെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ കുട്ടികൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റുക, ആ ഒരു അപ്രോച്ച് തന്നെ മാറ്റുക. ഞാൻ ഇതിൽ ടോപ്പിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിക്ക് തന്നെ നിങ്ങളങ്ങ് പഠിച്ചോളുക.
ക്ലിയർ ആണ്. കാരണം കഴിഞ്ഞ അറ്റംപ്റ്റിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഹയസ്റ്റ് സ്കോർ 76 ആണ്. അപ്പോൾ ആ കുട്ടി ഫോളോ അപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ പഠിച്ചിരുന്നു. ആൻഡ് വളരെ സിമ്പിളായിരുന്നു. കഴിഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേപ്പർ നല്ല സിമ്പിളായിരുന്നു. ഓക്കെ, നമ്മളത് ഫുള്ള് പഠിക്കാത്തത് കൊണ്ടാണ്, നമ്മൾ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ട് പോകുന്നതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ പാടാണ് എന്നുള്ളതങ്ങ് എല്ലാവരോടും പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടോ ഡെഫിനറ്റായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ കോസ്റ്റിംഗ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഒക്ടോബർ 6 മുതൽ ഒക്ടോബർ 13 വരെയാണ് വരിക. ഒക്ടോബർ 14 ഓഫാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ഓഫ് കിട്ടുന്ന ദിവസം വെറുതെ ഇരിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. ഓഫ് കിട്ടുന്ന ദിവസം നിങ്ങൾ ചെയ്യാനുള്ളത്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ലോ പഠിക്കുകയാണ്. ലോ പഠിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എത്തിക്സിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി, നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് സ്റ്റാർ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഓഫ് കിട്ടുന്ന ദിവസം ഈ ഒരു എൻ്റയർ ടോപ്പിക്കിൽ, ഈ ഒരു എൻ്റയർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയ ടോപ്പിക്കുകൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടേക്കുമല്ലോ. അതെല്ലാം കൂടെ അന്നത്തെ ദിവസം നിങ്ങൾ വായിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതാണ് ഞാൻ ഈ ഓഫ് ഡേയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ ഇരിക്കാം എന്നല്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓഡിറ്റിങ്ങിൻ്റെ ആ ഒരു പേപ്പർ കഴിയുമ്പോഴും കോസ്റ്റിംഗ് കഴിയുമ്പോഴും ഓഫ് കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോർഷൻസ് അല്ലെങ്കിൽ തിയറി നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഒന്നും കൂടി റിവൈസ് ചെയ്യാനാണ് ഓഫ് തന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒക്ടോബർ 15 മുതൽ ഒക്ടോബർ 19 വരെ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ് വരുന്നത്. നോക്കിക്കേ, വളരെ സിമ്പിളാണ്, 5 ദിവസം കൊണ്ട് തീരും. അത് കഴിഞ്ഞാൽ ഒരു ദിവസം ഓഫ് വരുന്നുണ്ട് എഗെയിൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഒക്ടോബർ 20 ആയപ്പോൾ നിങ്ങളുടെ കയ്യിൽ, ഒക്ടോബർ 20 ഞാൻ പറഞ്ഞേക്കുന്നത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 21 ഒക്ടോബർ 20 ആയപ്പോൾ നിങ്ങളുടെ കയ്യിൽ 4 സബ്ജക്റ്റ് സേഫാണ്. 4 സബ്ജക്റ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ 2ഉം സെക്കൻഡ് ഗ്രൂപ്പിലെ 2 സബ്ജക്റ്റും സേഫായി. നിങ്ങൾ ആലോചിക്കുക, ഒക്ടോബർ 20 ആയിട്ടുള്ളൂ, നമുക്ക് ഡിസംബർ 10 എക്സാം തുടങ്ങുന്നത്, പിന്നെയും നമുക്ക് ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഒക്ടോബർ 20 ആയപ്പോൾ നിങ്ങളുടെ കയ്യിൽ 4 സബ്ജക്റ്റ് സേഫായി. ആ 4 സബ്ജക്റ്റ് സേഫായി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഡെയിലി റിവിഷൻ മസ്റ്റാണ്, ഞാൻ എഗെയിൻ പറയുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിലെ അടുത്തൊരു സബ്ജക്റ്റാണ്. ഒക്ടോബർ 21 മുതൽ ഒക്ടോബർ 29 വരെയാണ് നമുക്കത് വരുന്നത്. 9 ദിവസം നമുക്ക് റിക്വയർഡ് ആണ് അത് പഠിക്കാനായിട്ട്, കാരണം അത്രയും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങൾ ഈ ഒരു രീതിക്ക് പഠിച്ചാൽ മതി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കണമെന്നും എല്ലാം റെഗുലർ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വാങ്ങി പഠിക്കാവുന്നതാണ്. ഒക്ടോബർ 30 നിങ്ങൾക്ക് ഓഫാണ്. ഓക്കെ, ഓഫാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഒക്ടോബർ 30 ആയപ്പോൾ 5 സബ്ജക്റ്റ് സേഫായി. ഇനി നിങ്ങൾക്ക് എത്രയേ ഉള്ളൂ? 3 സബ്ജക്റ്റും കൂടിയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നവംബർ 31 മുതൽ നവംബർ 4 വരെ FM ആണ്. FM നോക്കിക്ക് 5 ദിവസം മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യം പഠിച്ചാൽ മതി. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ഫുൾ തിയറി. അതിൽ നിന്ന് നമുക്ക് 25 മാർക്സിനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, കറക്റ്റ് നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് നമുക്ക് 21 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവിലും പിന്നെ MCQവിൽ 4 മാർക്കിനാണ് ചോദിക്കുന്നത്, 2 ക്വസ്റ്റ്യൻ അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ച 25 മാർക്ക് സേഫായി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലെവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോ അനാലിസിസ്. ഈ റേഷ്യോ അനാലിസിസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലെവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇതൊക്കെ കമ്പൽസറി ക്വസ്റ്റ്യൻസിൽ എപ്പോഴും വരുന്നതാണ്. ഇതിൽ ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ ഒരു മാറ്റി ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് അറ്റംപ്റ്റിൽ ക്യാഷ് ഫ്ലോ ആണ് ചോദിച്ചതെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. കോമൺ സൈസ് കമ്പാരിറ്റീവ് ചോദിക്കാറുണ്ട് മാറി. ലാസ്റ്റ് അറ്റംപ്റ്റിൽ കമ്പാരിറ്റീവാണ് ചോദിച്ചത്. അപ്പോൾ എന്തായാലും കോമൺ സൈസ് ആവാനാണ് സാധ്യത കൂടുതൽ. വളരെ സിമ്പിളാണ്, നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ നോക്കുക. അപ്പോൾ നവംബർ 4 ആയപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തായി? നവംബർ 5 ഓക്കെ, നവംബർ 5 ആയപ്പോൾ നിങ്ങളുടെ കയ്യിൽ 6 സബ്ജക്റ്റ് സേഫായി. നെക്സ്റ്റ് നോക്കിക്കേ, ടാക്സേഷൻ ആണ്. ടാക്സേഷൻ അത്യാവശ്യം നമ്മൾ IDT വേണം മെയിൻ ഫോക്കസ് കൊടുക്കാൻ. കാരണം IDT നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിൽ 3 ക്വസ്റ്റ്യൻ, 14 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ അവിടെ തന്നെ കിട്ടും. അപ്പോൾ 42 മാർക്സായി. അതിൻ്റെ MCQ കിട്ടും. അറൗണ്ട് ഒരു 58 മാർക്കോളം നമുക്ക് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതിൽ അത്ര 56 to 58 വരെ ഒക്കെ വരുന്നുണ്ട് IDTന്ന്. പിന്നെ ബാക്കി നമുക്ക് DTയിൽ നോക്കാം. DTയിൽ നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സുകളൊന്ന് നോക്കിയാൽ മതി. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, സെറ്റ് ഓഫ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, 4 ഫോക്കസ് കൊടുക്കാം. മെയിൻ ഫോക്കസ് IDTക്ക് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് നന്നായിട്ട്, ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനും നല്ല എക്സംഷൻ എന്തായാലും കിട്ടും, ഉറപ്പാണ് എക്സംഷൻ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് കിട്ടും. അപ്പോൾ ഏകദേശം നവംബർ 14 ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 7 സബ്ജക്ട്സും സേഫായി. പിന്നെ നമുക്ക് 4 ദിവസം കൂടി കൊടുക്കാം നമ്മുടെ OPM SM. ഏകദേശം നവംബർ 18 വരെ വരും. നവംബർ 18 നിങ്ങൾ തീർന്നു, നിങ്ങളുടെ എല്ലാ ക്ലാസ്സസും കഴിഞ്ഞു. നവംബർ 18 എല്ലാം ഈ ഷെഡ്യൂൾസ് പ്രകാരം നിങ്ങളുടെ എല്ലാം ഇതും തീരും. ഓക്കെ, അപ്പോൾ നവംബർ 18 പോട്ടെ, നവംബർ 19 കൂട്ടാം. നവംബർ 19 പിന്നെ നമ്മൾ ഈ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം 18 നമ്മുടെ ക്ലാസ്സസൊക്കെ ഓവറായിട്ടുണ്ട്. അപ്പോൾ 19 മുതൽ നമ്മളിനി നമ്മുടെ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കാൻ, നവംബറിൽ പിന്നെ നമുക്ക് 12 ഡേയ്സ് ഉണ്ട്. ഡിസംബർ 10 മുതൽ എക്സാമാണ്, അവിടെ നമുക്ക് 9 ഡേയ്സ് ഉണ്ട്.
സോ നമുക്ക് ടോട്ടൽ 21 ഡേയ്സ് ആണ് പിന്നെ ഉള്ളത്. ഈ 21 ഡേയ്സിനകത്ത് നിങ്ങൾ ലാസ്റ്റത്തെ ഒരു 1.5 ഡേയ്സ് മാറ്റുക അധികം. അതായത് 1.5 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ 8 ഒരു 12 PM ശേഷം, ഓക്കെ, ഡിസംബർ 8 12 PM ശേഷം മുതൽ ഡിസംബർ 9 ഫുള്ള്, ഇത്രയും ടൈം നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ലോയ്ക്കാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സാം ലോ ആണല്ലോ. അപ്പോൾ 1.5 ഡേയ്സ് നിങ്ങൾ കൊടുക്കാവൂ. അതിൽ കൂടുതൽ 2 ദിവസമൊന്നും ആരും കൊടുക്കരുത്. കാരണം നമുക്ക് ടൈം ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് അത്രയും ഒരു 1.5 ഡേയ്സ് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നുള്ളത് 19.5 ഡേയ്സ് ആണ് റിവിഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ 0.5 അത് മാറ്റിക്കോളാം. നിങ്ങൾ 18 എടുത്താൽ മതി. ഓക്കെ, 18 എടുത്താൽ മതി. ഈ 18നകത്ത് 9 ഡേയ്സ് ഫസ്റ്റ് റിവിഷൻ കൊടുക്കുക, 9 ഡേയ്സ് അടുത്ത റിവിഷൻ കൊടുക്കുക. അപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ നിങ്ങളത് ഡെയിലി റിവിഷൻ ചെയ്യുന്നവർക്ക് ഇത് പോസിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ അല്ല 18 ഡിവൈഡ് ചെയ്ത് 9 അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ നമുക്ക് 8 സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് 19 ഡേയ്സ് ഉണ്ട്. നിങ്ങൾ 19.5 കൂട്ടണ്ട, 19 ഡേയ്സ് കൂട്ടുക. ഈ 19 ഡേയ്സിൽ നിങ്ങൾ ഓരോന്നിനും ഇത്ര ഡേയ്സ് എന്ന് അലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അലോട്ട് ചെയ്താലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. 9 ഡേയ്സ് എന്നുള്ളൊരു ടാർഗറ്റ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് നിങ്ങൾ 8 സബ്ജക്റ്റും ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് റീഡ് ചെയ്തെങ്കിലും വിടാൻ ശ്രമിക്കണം. ബുദ്ധിമുട്ടേറിയത് മാത്രം ചെയ്ത് നോക്കുക, ബാക്കി ഒന്ന് റീഡ് ചെയ്ത് വിടുക. ഓക്കെ, റീഡ് ചെയ്തത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നല്ല, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്, ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം, അതൊക്കെ നോക്കണം. പിന്നെ എവിടെ എങ്ങനെയാണ് വരേണ്ടത്, എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം, അത് ജസ്റ്റ് റീഡ് ചെയ്ത് നമ്മൾ വിടത്തില്ലേ. അങ്ങനെ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് 9 ഡേയ്സ് കൊണ്ട് 8 സബ്ജക്റ്റ് തീർക്കാൻ പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞല്ല, ഡിസംബർ 2024 അറ്റംപ്റ്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു 9 ഡേയ്സ് റിവിഷൻ. കാരണം എനിക്ക് വളരെ ലിമിറ്റഡ് ടൈമേ പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ 9 ഡേയ്സ് റിവിഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ല വർക്ക് ആവാറുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ഡെഡിക്കേഷൻ വേണം കേട്ടോ. ആ ഒരു ടൈമിൽ നിങ്ങൾ അറൗണ്ട് ഒരു 15 അവർക്ക് കൊടുക്കേണ്ടി വരാം. നമ്മൾ എക്സാം പ്രഷറിൽ ആ ടൈമിൽ ഇരുന്ന് പോകും എന്തായാലും. പിന്നെ അടുത്ത 9 ഡേയ്സിൽ നിങ്ങൾ ഇതുപോലെ റീഡ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്, ഡെബിറ്റ് ആണ്, അത് പെട്ടെന്ന് ഓർമ്മ വരും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓർമ്മ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ഡേയ്സ് പിന്നെ നിങ്ങൾക്ക് ഒരു ഹാഫ് ഡേയും കൂടെ വരും. ആ ഹാഫ് ഡേയിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണമെങ്കിൽ അത് ആ സമയത്തൊന്ന് റീഡ് ചെയ്ത് വിടാം. ദെൻ ലോ നിങ്ങൾ പഠിക്കാം. സോ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാറുള്ളത് ഈ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സ്ട്രാറ്റജിയാണ് എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ 9 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അത് ചെയ്യാം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് പറഞ്ഞ ഈ ഒരു 9 ദിവസത്തിൻ്റെ ഈ ഒരു കാര്യം ഓക്കെ ആയിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ 90 ഡേയ്സിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 3 ദിവസം, അല്ലെങ്കിൽ ലോയ്ക്ക് 2 ദിവസം, അല്ലെങ്കിൽ ടാക്സിന് 4 ദിവസം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അത് ഡിപ്പെൻസ്, നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. സോ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ഒരു ബോത്ത് ഗ്രൂപ്പിന് വേണ്ടി എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന ടൈം ടേബിൾ ഇങ്ങനെയാണ്. നിങ്ങളത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നവംബർ 18 ആകുമ്പോൾ എൻ്റെ 8 സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കഴിയും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നവംബർ 18 കഴിയുമ്പോൾ പിന്നെ എക്സാമിന് 21 ഡേയ്സ് ഉണ്ട്. ആ സമയത്ത് റിവൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് പഠിക്കുക. എഗെയിൻ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഗ്രൂപ്പ് വൈസ് ജോയിൻ ചെയ്യാനോ ബോത്ത് ഗ്രൂപ്പിന് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എഴുതിയെടുക്കുകയോ പ്രിൻ്റ് ഔട്ട്സ് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏറ്റവും വിസിബിളായിട്ട് എപ്പോഴും കാണുന്ന ഒരു പ്ലേസിൽ ഇത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എപ്പോഴും ഒരു ഐഡിയ കാണും. ഓക്കെ, ഇത് നാളെ ഇതാണ് തീർക്കേണ്ടത്, അപ്പോൾ ഞാൻ ഇത്രയും ഇന്ന് ടാർഗറ്റ്സ് ഇന്ന് ഇതാണെന്നുള്ളതൊരു എഗെയിൻ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിങ്ങൾ നന്നായിട്ട്, നിങ്ങൾക്കിത് ഈ ഒരു ടൈം ടേബിൾ യൂസ്ഫുൾ ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ചെറിയൊരു ചാനലാണ്, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ ഏറ്റവും ഹാപ്പി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഗ്രൂപ്പ് 1-ൻ്റെയോ 2-ൻ്റെയോ മാത്രമാണ് ഇൻഡിവിജ്വലി വേണ്ടതെങ്കിൽ തൊട്ട് മുന്നുള്ള 2 വീഡിയോസ് റെഫർ ചെയ്യുക. ആൻഡ് ഓൾസോ സബ്ജക്റ്റ് വൈസിൻ്റെ വെയിറ്റേജ് ഉള്ള 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി സബ്ജക്റ്റിൻ്റെത് വരും ദിവസങ്ങളിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അപ്രോച്ച് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.